ഇന്നിപ്പോൾ ഫ്രൈഡേയ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി ഞാൻ ചെയ്യുന്ന രീതിയിൽ അറിയാലോ. നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം കലക്കി കുടിക്കുന്നതും നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അവർ നമ്മൾ കലക്കി കൊടുക്കേണ്ടതൊന്നും കുടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഫ്രൈഡേയ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രൈഡേയ്സ് തന്നെ കഴിക്കാം. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ അരി നമുക്ക് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. 4 വട്ടം 5 വട്ടം നന്നായി കഴുകി അതിൻ്റെ പശ്ചിമ മൊത്തം കളയണം. എന്നിട്ട് 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അരി അടുപ്പത്തിടുക. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി അധികം വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. 7-8 മിനിറ്റിനുള്ളിൽ ഈ അരി നന്നായിട്ട് വേവും. 85% വേവായാൽ മതി. കടിച്ച് നോക്കുമ്പോൾ കടിക്കുന്ന പരിവാവരുത്, ഒന്ന് വെന്ത് നിൽക്കുന്ന പരിവാവണം. എന്നിട്ട് അത് അവിടെ ചൂടാറാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബട്ടറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ബട്ടറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. മണമില്ലാത്ത ഓയിൽ, വെളിച്ചെണ്ണ പറ്റില്ല, ബാക്കി ഓയിലുകൾ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സും ഗ്രീൻ പാർട്സും ആഡ് ചെയ്യുന്നുണ്ട്. സെല്ലറിയും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് അത് ചേർക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതില്ലെങ്കിലും നമുക്ക് ഫ്രൈഡേയ്സ് ഉണ്ടാക്കാം. വെജിറ്റബിൾസ് മാത്രം മതി. പിന്നെ കുറച്ച് മുട്ട ചിക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈഡേയ്സ് ബട്ടറിലേക്ക് സ്പ്രിംഗ് ഓണിയനും സെല്ലറിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റും ബീൻസും നന്നായിട്ട് നല്ല അളവിൽ തന്നെ ചേർക്കുന്നുണ്ട്. നന്നായി ചേർക്കുന്നത് ഫ്രൈഡേയ്സിന് നല്ല രുചി കൂട്ടാനും പിന്നെ നമ്മുടെ മക്കളൊന്നും വെജിറ്റബിൾസ് കഴിക്കില്ലല്ലോ, അപ്പോൾ അവരെ ഇങ്ങനെയൊക്കെ കഴിപ്പിക്കാനും നമുക്ക് നല്ലതാണ്. അപ്പോൾ നല്ല അളവിൽ തന്നെ ചേർക്കുന്നുണ്ട്. അത് ബീൻസും ക്യാരറ്റും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആവശ്യത്തിന് കുറച്ച് മാത്രം ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ സോയാ സോസ് നമ്മൾ ചേർക്കുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ട് ഓൾറെഡി. പിന്നെ മുട്ടയും കൂടി ചേർത്ത് ചിക്കി വെച്ച മുട്ട, ഒരു 5 മുട്ട, ആ മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കാണ് സോയാ സോസ് ചേർക്കേണ്ടത്. ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ചോറിട്ടതിന് ശേഷം അത് ചേർത്താൽ ആ ചോറിൻ്റെ കളറ് പോകും. അപ്പോൾ നമ്മളെപ്പോഴും ഈ വെജിറ്റബിൾ മിക്സിലേക്ക് വേണം സോയാ സോസ് ഒഴിക്കാൻ. സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഈ വെജിറ്റബിൾ മിക്സിലേക്കാണ് ഉപ്പിടുന്നത്. നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ഉപ്പും ഓയിലും കൂടി ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം ഇളക്കി യോജിപ്പിക്കരുത്. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവർ കുടഞ്ഞ് മിക്സ് ചെയ്യുന്നത്, അതുപോലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കാണിക്കുന്നത് പോലെ. പിന്നെ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നന്നായിട്ട് സ്പ്രിംഗ് ഓണിയനും ഇട്ടിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് അവർ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുള്ളൂ, അതുപോലെ അധികം ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളി ഫ്രൈഡേയ്സ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഉണ്ടാക്കിയ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ചില്ലി ചിക്കൻ്റെ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കാണണേ. എന്നിട്ട് ഇതൊന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ലൈക്കും ചെയ്യണേ. ചില്ലി ചിക്കൻ്റെ വീഡിയോ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രൈഡേയ്സും ചില്ലി ചിക്കനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.